നമസ്കാരം. 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ എറണാകുളത്തെത്തിച്ച സംഭവത്തിൽ ഫേസ്ബുക്കിലൂടെ വർഗീയ പരാമർശം നടത്തിയ ബിനിൽ സോമസുന്ദരനെതിരെ കേസെടുത്തു. കടവൂർ സ്വദേശിയായ ബിനിലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ആംബുലൻസിലുള്ളത് ജിഹാദിയുടെ വിത്താണെന്നായിരുന്നു ബിനിൽ സോമസുന്ദരം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹൃദയവാൾവിലുണ്ടായ ഗുരുതര തകരാറിനെ തുടർന്ന് മംഗലാപുരത്തെ ഡോക്ടർ മുള്ളേഴ്സ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ കേരളത്തിലെത്തിച്ച 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനു വേണ്ടി മലയാളികൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ബിനിലിന്റെ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപമുണ്ടായത്. ഇതിനെതിരെ DGPക്ക് പരാതിയും നൽകിയിരുന്നു. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനയാണ് പോസ്റ്റിനെതിരെ DGPക്ക് പരാതി നൽകിയത്. ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് ബിനിൽ തന്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു എന്ന് സംശയിക്കുന്നതായി പോസ്റ്റ് ഇട്ടിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ തകരാർ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ ഇന്നലെ അറിയിച്ചു. വിശദമായ പരിശോധനകൾക്കു ശേഷമേ ഹൃദയ ശസ്ത്രക്രിയ തീരുമാനിക്കുകയുള്ളൂവെന്നും ഡോക്ടർമാർ അറിയിച്ചു. കുട്ടി 24 മണിക്കൂറും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നായിരുന്നു അധികൃതരുടെ അറിയിപ്പ്. അതിനിടെ 15 ദിവസം പ്രായമുള്ള നവജാത ശിശുവിനെ വർഗീയമായി അപമാനിച്ച യുവാവ് വീണ്ടും ന്യായീകരണവുമായി രംഗത്തെത്തുകയായിരുന്നു. തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും ചിലർ വ്യാജ അക്കൗണ്ടുകൾ തന്റെ പേരിലുണ്ടാക്കിയെന്നുമാണ് ബിനിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ അത്തരം അക്കൗണ്ടിൽ നിന്നും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ വിദഗ്ധരുമായി ആലോചിച്ച ശേഷം നടപടികൾ സ്വീകരിക്കുന്നുവെന്നുമാണ് ബിനിലിന്റെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. നവജാത ശിശുവിനെ വർഗീയമായി അപമാനിച്ച യുവാവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായി മംഗലാപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞപ്പോൾ സമാനതകളില്ലാത്ത പ്രാർത്ഥനയുമായിരുന്നു കേരളം കാത്തിരുന്നത്. തിരുവോരങ്ങളെല്ലാം ഒരേ മനസ്സാൽ ആംബുലൻസിന് വേണ്ടി വഴിമാറിയപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമെല്ലാം പിഞ്ചോമനയ്ക്കൊപ്പം നിന്നു. എന്നാൽ ഈ സമയത്താണ് സോഷ്യൽ മീഡിയയിലൂടെ ആ കുഞ്ഞിനെ അധിക്ഷേപിച്ചും വർഗീയ വിഷം ചീറ്റിയുമുള്ള ബിനിൽ സോമസുന്ദരത്തിന്റെ പോസ്റ്റ്. ആംബുലൻസിലുള്ളത് ജിഹാദിയുടെ വിത്താണെന്നായിരുന്നു ബിനിൽ സോമസുന്ദരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. KL60J7739 എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതം ഒരുക്കണം. കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിത്താഹ് ദമ്പതികളുടേതാണ്. ചികിത്സ സർക്കാർ സൗജന്യമാക്കും. കാരണം ന്യൂനപക്ഷ ജിഹാദിയുടെ വിത്താണ്. ഇങ്ങനെയായിരുന്നു ബിനിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് വിവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. പിന്നീട് ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തെന്ന് മറ്റൊരു കുറിപ്പിട്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ സമാനമായ പോസ്റ്റ് ട്വിറ്ററിലും ഇയാൾ ഇട്ടിരുന്നു. ഇത് പിൻവലിക്കാൻ വൈകിയത് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ അതിശക്തമായ വിമർശനമാണ് ഇയാൾക്കെതിരെ ഉയർത്തിയത്. ഒരേ സമയം ട്വിറ്ററും ഫേസ്ബുക്കും ഹാക്ക് ചെയ്തോ എന്ന ചോദ്യവും ഇയാൾക്കെതിരെ ഉയർന്നു വന്നു. ഹിന്ദു രാഷ്ട്ര സേവകനാണെന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ സ്വയം പരിചയപ്പെടുത്തുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണം എന്ന പേരിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇയാൾ സന്നിധാനത്തും പരിസരത്തും ഉണ്ടെന്നാണ് ഫേസ്ബുക്കിലെ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. പ്രതീഷ് വിശ്വനാഥിന്റെ അനുയായിയാണ് ഇയാളെന്നും പറയുന്നുണ്ട്.